അങ്ങനെ വീട്ടിലിരുന്ന് ഞങ്ങൾ കുറച്ച് കസിൻസിന് മഞ്ഞ് കാണാൻ പോകാമെന്നൊരു പൂതി കയറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ നേരെ പോയത് ഞങ്ങളുടെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് പാലക്കയം-തട്ട്. അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു മഞ്ഞുള്ള ഒരു ക്ലൈമറ്റിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ ചെന്ന് ചേർന്നത് ഗൈസ്. ഭയങ്കര അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. മഞ്ഞ് എന്താ പറയുക, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞ് പ്രതീക്ഷിച്ച് പോയി ഞങ്ങൾക്ക് ഭയങ്കര മഞ്ഞ് കാണാൻ പറ്റി. നമ്മൾ നടക്കുന്ന കൂടെ തന്നെ നമ്മുടെ ഇവിടെ മഞ്ഞ് നടക്കുന്നൊരു ഫീലായിരുന്നു. ഈ ഒരു വ്യൂ, എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്നൊരു ക്ലിപ്പ് വന്നിട്ട് ഫുൾ പച്ച വിരിച്ച പ്രകൃതിയും കോടമഞ്ഞും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. ഞാനിങ്ങനെ പ്രൊമോഷൻ മാതിരി പറഞ്ഞൊന്നുമല്ല കേട്ടോ, കാരണം ഇത് കണ്ണൂർക്കാരുടെ സ്വന്തം പാലക്കയം-തട്ടാണ്. ഞങ്ങളുടെ മലയോര പ്രദേശത്ത് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ചെന്നു. ഇപ്പം അധികം ആൾക്കാരൊന്നും വരുന്നില്ല, എന്നാലും ആൾക്കാരുണ്ട് എപ്പോഴും. കോവിഡിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് വരുമായിരുന്നു. ഞങ്ങളും അങ്ങനെ ഇപ്പം വന്നിട്ട് ഏകദേശം 1 year ആയി. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു വെക്കേഷനിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കസിൻസ് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞാനും എൻ്റെ 2 കസിൻസും പിന്നെ പപ്പയും അമ്മയും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് കുറേ ഓൺ വോയിസ് ക്ലിപ്പുണ്ട്, നിങ്ങളതെല്ലാം കാണുക. നിങ്ങൾക്ക് ഓൺ വോയിസ് ആണോ റെക്കോർഡിംഗ് ആണോ ഇഷ്ടമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഈ ഒരു വ്യൂവിൽ തന്നെ കാണാം. ഒരു സൈഡിൽ മഞ്ഞില്ല, ഒരു സൈഡിൽ മഞ്ഞ് കാരണം മലയൊന്നും കാണാൻ പറ്റുന്നില്ല. പൊതുവെ ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ വന്ന വഴിയും മലകളും കാണാൻ പറ്റും. ബട്ട് ഞങ്ങൾ പോയ സമയത്ത് മഞ്ഞ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ പോയി വ്ളോഗ് കണ്ടിട്ട് വരൂ. ഗൈസ്, ഭയങ്കര മഞ്ഞായിരുന്നു ഞങ്ങൾ വന്ന വഴിക്കൊക്കെ. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഭയങ്കര തണുപ്പുണ്ട്. മഞ്ഞ് വന്ന വഴി മൊത്തം മഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് മഞ്ഞ് കുറഞ്ഞു. ബാക്കിൽ ഫുള്ള് മഞ്ഞാണ്, നല്ല മഞ്ഞാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാണും. കുറച്ചധികം പേര് ഇവിടെ ഉണ്ട്. മഴ തൂളുന്നുണ്ട് കേട്ടോ, വെയിലല്ല. ഇടയ്ക്ക് കുട നിവർത്തേണ്ടി വന്നു ഗൈസ്. കോട വരുന്നു, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഒരു ഫ്രെയിം ഫോർ ഫോട്ടോ ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാം ഗൈസ്. കയറിക്കൊണ്ടിരിക്കുന്നു മല. കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിലൊക്കെ സംസാരിക്കുന്നത്. അതിൻ്റേതായ ചമ്മലുണ്ട്. പിന്നെ കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കയറുന്നതിൻ്റെ ഇടയ്ക്കാണ് വർത്തമാനം പറയുന്നത്. കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്ക് വ്യൂ കാണിച്ചുതരാം. ഇവിടെ മൊത്തം മലയാണ്. കോട കാരണം ഒരു കിണ്ടിയും കാണാൻ പറ്റില്ല. ഒരു കുഞ്ഞ് മഞ്ഞ് മൊത്തം മഞ്ഞായി ഗൈസ്. മഞ്ഞിനകത്തൂടെയാണ് നടക്കുന്നത്. ഗൈസ്, മൊത്തത്തിൽ നല്ല മഞ്ഞാണ്. മഞ്ഞിങ്ങനെ ഓടുകയാണ്. വീഡിയോയിൽ അത്രമാത്രം ക്ലിയർ ഒന്നുമില്ല. നല്ല സ്പീഡിലാണ് മഞ്ഞ് പോകുന്നത് ഗൈസ്. ഭയങ്കര മഞ്ഞ് ഗൈസ്. ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല മഞ്ഞാണ്. മഞ്ഞിങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും. ഈ വോയിസ് ഞാൻ കൊടുക്കുന്നതാണ്.
അങ്ങനെ ഫുൾ മഞ്ഞാണ്, നല്ലപോലെ മഞ്ഞുണ്ട്. പോകുന്നവരൊന്നും കാണാനൊന്നും പറ്റുന്നില്ല, വന്ന പോലെയല്ല, ഇപ്പം നല്ല മഞ്ഞായിട്ടുണ്ട്. സമയം 4:15 ഗൈസ്. നല്ല മഞ്ഞാണ്, നല്ല തണുപ്പാണ്. നമ്മളിവിടുന്ന് വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നല്ല ചൂടായിരിക്കും. തിരിച്ചിറങ്ങാണ്, ഇച്ചിരി റിസ്ക്കാണ്, എപ്പോഴാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരില്ലാത്തപ്പോഴാണ് ഓൺ വോയിസ് എടുക്കുന്നത്, ഇല്ല എനിക്ക് ചമ്മലാണ്. നോക്കൂ ഗൈസ്, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന കഠിനമായ വഴികൾ. നമുക്ക് നടക്കാം. ഞങ്ങളങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ കണ്ണൂർക്കാരുടെ സ്വന്തം പാലക്കയം തട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്കും 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. ഇതാണ് കേട്ടോ ശരിക്കുള്ള എൻട്രൻസ് ഗേറ്റ് വന്നിട്ട്. ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ ചായയും കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു പുതിയ വ്ളോഗായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ.